നമസ്കാരം. ഏത് കള്ളൻ്റെയും കൊള്ളക്കാരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് രാഷ്ട്രീയ പാർട്ടികളെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. എന്നാൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പം തന്നെ അതിനെതിരായ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചില ആളുകളുടെയൊക്കെ ഇടയിൽ നിന്ന് നടക്കാറുണ്ട്. ഇന്നലെ ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു വിധി വന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്, ഇങ്ങനെയൊക്കെ പൈസ വാങ്ങിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്താമല്ലേ എന്ന്. ഏത് കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും ഇലക്ഷൻ സമയത്ത് ബോണ്ട് വഴി നിയമപ്രകാരം പൈസ വാങ്ങിച്ച് അതിന് പ്രാബല്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ നാട്ടിൽ കഴിയുമായിരുന്നു. ഇന്ത്യയിലൊരു നിയമം അങ്ങനെ ഉണ്ടായിരുന്നു. ആ നിയമം റദ്ദാക്കിക്കൊണ്ട് അങ്ങനെ കള്ളന്മാരുടെ ഒന്നും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു വരച്ചു. ഇനി പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിധി ഇന്നലെ പുറത്തു വന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിൽ എല്ലാം പ്രധാന വാർത്ത. റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇന്ന് തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ജനാധിപത്യത്തിൻ്റെ ഇരുണ്ട കാലമല്ല, ഭ്രമയുഗം അല്ല. ഭ്രമയുഗ കാലത്തും നമുക്ക് ചില വെളിച്ചങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനകളാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നലെ വന്നത്. അതുമായി ബന്ധപ്പെട്ട ലീഡ് വാർത്തകളാണ്. ഭരണഘടനാ വിരുദ്ധമായി ഇത്രയും കാലം പണം വാങ്ങിച്ചുകൊണ്ടിരുന്ന സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമാന്തര സമ്പദ് വ്യവസ്ഥ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതുമായി ബന്ധപ്പെട്ട വിധിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹിന്ദു ലീഡാക്കിയിരിക്കുന്നു. സുപ്രീം കോർട്ട് ഡൗൺ ഇലക്ട്രൽ ബോണ്ട് സ്കീം കോൾസ് ഇറ്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമാണ്, ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി എന്ന് മനോരമ വാർത്ത നൽകുന്നു. അജ്ഞാത സംഭാവന വേണ്ട എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ കേന്ദ്രത്തിന് തിരിച്ചടി എന്ന് കേരളകൗമുദി വാർത്ത നൽകുന്നു. 6566.11 കോടി രൂപയാണ് BJP ഇങ്ങനെ സമാഹരിച്ചത്. കോൺഗ്രസ് 1123 കോടി രൂപയും സമാഹരിച്ചു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും എന്താണ് രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ടുകളുടെ സ്ഥിതി എന്ന്. എത്ര കിട്ടിയെന്ന് ജനം അറിയട്ടെ എന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. ജനം അറിയട്ടെ എന്ന് സിറാജ് തലക്കെട്ട് നൽകുന്നു. തെരഞ്ഞെടുപ്പ് കടപ്പത്രം ഭരണഘടനാ വിരുദ്ധം എന്ന് സുപ്രഭാതം ലീഡ് തലക്കെട്ട് നൽകുന്നു. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയെന്ന് മെട്രോ വാർത്ത തലക്കെട്ട് നൽകുന്നു. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം എന്ന് റദ്ദാക്കി എന്ന് മാധ്യമം ലീഡ് നൽകുന്നു. BJPക്ക് പ്രഹരം എന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നു. ബോണ്ട് വേണ്ട, BJPക്ക് മുഖത്തടി എന്ന് വീക്ഷണം പ്രധാന തലക്കെട്ട് നൽകുന്നു. ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയെന്ന് ദീപിക ലീഡ് നൽകുന്നു. എന്നാൽ ജന്മഭൂമി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർക്ക് ആകെ അറിയാവുന്നത് വിലക്കയറ്റത്തെക്കുറിച്ച് മാത്രമാണ്. അതും കേരളത്തിലെ വിലക്കയറ്റം മാത്രമാണ് അറിയാവുന്നത്. അതുകൊണ്ട് ജന്മഭൂമി ഈ കാര്യം പ്രധാന വാർത്തയെ പോയിട്ട് ഒന്നാം പേജിലേക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഈ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്നുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇരുണ്ട യുഗമാണ് എന്ന് തോന്നിപ്പിക്കുന്ന, ഭ്രമയുഗം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തോന്നിപ്പിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു വിധി വരാൻ ഇടയാക്കിയ ചില പോരാട്ടങ്ങളുണ്ട്. അത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. മനോരമ ലീഡ് വാർത്തയിൽ തന്നെ ആ കാര്യം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോയി ഉറച്ച നിലപാടെടുത്തു. ബോണ്ട് വേണ്ടെന്ന് വെച്ച് CPM കോടതിയിലെത്തി എന്ന തലക്കെട്ടിൽ CPMനെ അഭിനന്ദിച്ചുകൊണ്ട് മനോരമ ഒരു വാർത്ത തന്നെ നൽകിയിട്ടുണ്ട്. ദീർഘനാളത്തെ നിയമ പോരാട്ടത്തിലൂടെ അനുകൂല വിധി നേടിയതിൽ CPMനെ അഭിമാനിക്കാം എന്നാണ് മനോരമ പറയുന്നത്. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ച പാർട്ടിയാണ് CPM. 2018 ഫെബ്രുവരിയിൽ CPM സുപ്രീം കോടതിയെ സമീപിച്ച സമയം മുതലുള്ള ഇടപെടലുകളെക്കുറിച്ചും ചെറിയ വലിപ്പത്തിലാണെങ്കിലും മനോരമ വാർത്ത നൽകി എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ഉൾപ്പെട്ട ചില പാർട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. CPIM, CPI, BSP, മേഘാലയയിലെ NPP പാർട്ടികൾ ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു പണം വേണ്ട എന്ന് തീരുമാനിച്ച് അത്തരം പണം സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദേശാഭിമാനിയുടെ തലക്കെട്ട് ആദ്യം വായിക്കാതിരുന്നത് പ്രത്യേകമായി അതിനെക്കുറിച്ച് പറയാനാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന്, ഇങ്ങനെ ഒരു പോരാട്ടത്തിന് മുന്നിൽ നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. മാത്രമല്ല അവർ ഈ പ്രവർത്തനത്തിനിടയിൽ ഹർജിയൊക്കെ ലേറ്റ് ആവുന്നു എന്ന് കണ്ടപ്പം ഇടയ്ക്ക് നിരന്തരം ഇടപെടുകയും വലിയ വമ്പൻ വക്കീലന്മാരെ തേടിപ്പിടിച്ച് ഒരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള ഇടപെടൽ അവർ നടത്തി എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പൊതുവേ നമ്മൾ പത്രങ്ങളും മാധ്യമങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഇടയിലുള്ള ചില ആളുകളൊക്കെ പറയല്ലോ, എല്ലാവരും കണക്കാണെന്ന് പറയല്ലോ, ചില കാര്യങ്ങളിൽ എല്ലാവരും കണക്കല്ല എന്ന് തെളിയിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിധിയും അതിൻ്റെ പിന്നണിയിൽ നടന്ന പോരാട്ടങ്ങളും. ഏറ്റവും ഒടുവിൽ വന്ന വിധിയുടെ തന്നെ ഈ CPIM എടുത്ത നിലപാട്, അതിന് ശേഷം CPI പറഞ്ഞ മറ്റ് BSP ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിലപാടെടുത്തിട്ടുണ്ട്. CPM അതിൽ നിരന്തരമായ നിയമപോരാട്ടത്തിന് കൂടി മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ CPIMൻ്റെ മുഖപത്രം ദേശാഭിമാനി എന്നിട്ട തലക്കെട്ട് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവരുടെ ലീഡ്
ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയെന്ന് ഇന്ന് അവർക്ക് ലീഡ് നൽകാൻ ആ നിലയിൽ വാർത്തയെ അഭിമാനത്തോടെ മുന്നോട്ട് വയ്ക്കാൻ അർഹതപ്പെട്ടൊരു ദിവസമാണ്. ഇന്നത്തെ പത്രങ്ങളെല്ലാം ഇത് സംബന്ധിച്ച മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അതുകൊണ്ട് തന്നെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. മോദി കോർപ്പറേറ്റ് കൂട്ടുകൊള്ളയ്ക്ക് തിരിച്ചടി എന്നുള്ളതാണ് തലക്കെട്ട്. അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ഇടപെടലിൻ്റെ ഭരണകൂടത്തെ തന്നെ നേരിട്ടല്ലാതെ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ പണം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് സ്വന്തമാക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ആര് എപ്പോൾ കൊടുത്തു ഒരു തെളിവും വേണ്ട, ബാങ്ക് വഴി പൈസ കൊടുക്കുക, വാങ്ങിച്ചു, ആരും ചോദിക്കില്ല, ആരുടെയും ഡീറ്റെയിൽസ് വേണ്ട എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പണം സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സമാന്തര സമ്പദ് വ്യവസ്ഥ പണിതുയർത്താനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിഗൂഢ ലോകം സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമത്തിനാണ് ഇടയ്ക്കെങ്കിലും കുറച്ച് നേരത്തേക്കാണെങ്കിലും എന്തായാലും കൂച്ചുവിലങ്ങ് വന്നിരിക്കുന്നത്. ആ സുപ്രീം കോടതി വിധി നമ്മൾക്ക് ജനാധിപത്യത്തിൽ പ്രതീക്ഷ വീണ്ടും ബാക്കിയാക്കുന്ന വിധിയാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വാർത്തകൾ പത്രങ്ങൾ നൽകുന്നുണ്ട്. ഇത് BJP ഗ്യാരണ്ടി എന്ന് മാധ്യമം ഒരു തലക്കെട്ട് നൽകിയൊരു വാർത്ത നൽകുന്നുണ്ട്. പകുതിയിലധികം പണവും BJPക്ക് മറ്റുള്ളവർക്കെല്ലാം കൂടി നാമമാത്ര തുക എന്നും CPM, CPI, BSP, NPP തുടങ്ങിയ പാർട്ടികൾ ഈ പണം വാങ്ങിയിട്ടില്ല, ഇലക്ട്രൽ ബോണ്ടുകൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയാണത്. അന്ന് സൂട്ട് കേസ്, ഇന്ന് കടപ്പത്രം എന്ന R% മനോരമയിൽ ഒരു അനുബന്ധ വാർത്ത നൽകുന്നുണ്ട്. പഴയകാലത്ത് നമുക്കറിയാം, ഹർഷത് മേത്തയുടെ സൂട്ട് കേസ് കാലമൊക്കെ നമുക്കറിയാം. പണം കൊണ്ടുപോകാൻ അവിഹിതമായി കൊണ്ടുപോകുന്ന രീതികളൊക്കെ അറിയാം. ഇന്നിപ്പോൾ വിഹിതമായി തന്നെ നമുക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം വാങ്ങിക്കാവുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പ്രസന്നൻ്റെ വാർത്ത. പൊളിഞ്ഞത് കോർപ്പറേറ്റ് ഒളിസേവ എന്ന് സെബാസ്റ്റ്യൻ പോൾ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ മുഖപ്രസംഗത്തിന് സമാന്തരമായ ഒരു ലേഖനം, വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം. അതിൻ്റെ ഉള്ളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സാധാരണ മനുഷ്യനെ ബലി കൊടുക്കും വിധത്തിലുള്ള ഒളിസേവയാണ് നടന്നുകൊണ്ടിരുന്നത്. പണം കൊടുത്ത് എന്തും വാങ്ങാം, ആർക്ക് എന്ത് സഹായം നൽകിയാലും തെളിയിക്കേണ്ട. കാരണം ആ സഹായം ഭരണകൂടത്തിൻ്റെ ഭാഗമായി നൽകുന്നതാണ്, അല്ലാണ്ട് അവർ തന്ന പണത്തിനാണ് എന്ന് ഒരു തരത്തിലും ആരോപണം പോലും ഉയരാത്ത വിധം രഹസ്യാത്മകമായി പണത്തിൻ്റെ സ്രോതസ്സ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇലക്ട്രൽ ബോണ്ടിൻ്റെ. അതാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് ഇങ്ങനെ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കണം ഇങ്ങനെ കടന്നു വന്നതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ഇന്നത്തെ പത്രത്തിൻ്റെ പ്രധാന വാർത്തകളിലൂടെ കടന്നുപോയി അടുത്ത വാർത്തയിലേക്ക് കടക്കാം. കേരളവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇന്നലെ CAG നിയമസഭാ സമ്മേളനം അവസാനിച്ചു. CAG റിപ്പോർട്ട് വന്ന ദിവസമാണ്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധ സമാന സാഹചര്യത്തിൽ സുപ്രീം കോടതി നൽകിയ പരാതിയുടെ അവിടെ നടക്കുന്ന ആലോചനകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രവുമായി ഇന്നലെ KN ബാലഗോപാൽ ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നിരാശാജനകമാണ്. ചർച്ചയിലും നിഷേധ നിലപാടുമായി കേന്ദ്രം എന്ന് ദേശാഭിമാനി ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട്. CAG റിപ്പോർട്ടിൻ്റെ വാർത്ത ഇന്ന് പത്രങ്ങൾ നൽകുന്നുണ്ട്. 25,000 കോടി കടം ബജറ്റിലില്ല, കിഫ്ബി ബാധ്യത കൂട്ടുന്നു എന്ന് സുപ്രഭാതം CAG റിപ്പോർട്ടിൻ്റെ വാർത്ത നൽകുന്നു. ക്ഷേമ പെൻഷൻ ദാരിദ്ര്യം കുറച്ചത് CAG കാണുന്നില്ല എന്ന് ബാലഗോപാൽ ഇതിൻ്റെ ഒരു പ്രതികരണവും നൽകിയത് മാതൃഭൂമി വാർത്ത കൊടുക്കുന്നുണ്ട്. കേന്ദ്രവിഹിതം മുടങ്ങി വെട്ടിലായി തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് സുപ്രഭാതം മറ്റൊരു വാർത്ത നൽകുന്നു. അസമിൽ BJP സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് MLA മാർ എന്നൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നാടക കമ്പനി തുടങ്ങുന്നതാണ് നല്ലത് എന്ന് ഗവർണർ പറഞ്ഞ വാർത്ത പത്രങ്ങളൊക്കെ നൽകുന്നുണ്ട്. കൗമുദിയും ആ വാർത്ത നൽകുന്നുണ്ട്. ഗവർണർ എവിടെ പോയി, ഇനി എന്താ ചീത്ത വിളിക്കാനൊന്നും വാക്കുകളില്ലാത്ത സങ്കടത്തിലാണോ എന്ന വിചാരത്തിലിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പോഴാണ് കൗമുദിയിൽ ഇങ്ങനൊരു വാർത്ത കാണുന്നത്. നിയമസഭയിൽ അടിയന്തര പ്രമേയം ഇന്നലെ സഭ അവസാനിച്ചല്ലോ. നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തതിനെക്കുറിച്ച് ഒരു വാർത്ത ഇന്ന് പത്രങ്ങളുണ്ട്. 15ാം സഭയ്ക്ക് റെക്കോർഡ് 7 നോട്ടീസ് ചർച്ച ചെയ്തു എന്ന്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് അത് ചർച്ച ചെയ്യാതിരിക്കുക, പുറത്ത് വാക്കൗട്ട് നടത്തുക എന്നുള്ളതൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത സഭയായി ഈ സഭ എന്നുള്ളതാണ് വാർത്ത. രാജ്യസഭാ കാലാവധി കഴിഞ്ഞ 7 കേന്ദ്രമന്ത്രിമാർക്ക് സീറ്റില്ല എന്ന് വാർത്ത ചന്ദ്രിക ഉൾപ്പെടെയുള്ള പത്രങ്ങൾ നൽകുന്നുണ്ട്. V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് വന്ന മന്ത്രിസ്ഥാനം നിലനിർത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുരളീധരനൊക്കെ ആറ്റിങ്ങിൽ പോയിട്ട് ഇനി ജയിക്കണം, എന്നിട്ട് വേണം ഈ മന്ത്രിസ്ഥാനം നിലനിർത്താൻ എന്നുള്ളതാണ് അവരുടെ നിലവിലെ അവസ്ഥ. മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാനഡയിലും കമ്പനി എന്നൊരു വാർത്ത വീക്ഷണം കൊടുക്കുന്നുണ്ട്. പണ്ട് കമല ഇൻ്റർനാഷണലിൻ്റെ സമാനമായ വാർത്തയാണ് തോന്നുന്നത്. ഏതോ ഓൺലൈൻ പത്രം വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് വീക്ഷണത്തിലെ വാർത്ത, അല്ലാതെ വീക്ഷണം സ്വന്തമായിട്ടുണ്ടാക്കിയ വാർത്തയല്ല. കാനഡയിൽ, പണ്ട് സിംഗപ്പൂരായിരുന്നു, ഇപ്പോൾ കാനഡയിൽ ഒരു കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വീക്ഷണത്തിൽ വാർത്ത. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റിയോട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.